ഹലോ എവരി വൺ, നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഹൗ ടു ബൂസ്റ്റ് യുവർ പവർ ബി ഐ റിപ്പോർട്ട്സ് വിത്ത് വിഷ്വൽ ഫ്ലാഗ്സ്. വിഷ്വൽ ഫ്ലാഗ്സ് മീൻസ് നമുക്ക് ഇതുപോലെ കണ്ടോ. അപ്പോൾ നമ്മളൊരു കൺട്രി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്സ് നമുക്ക് എങ്ങനെ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഒരു ടേബിൾ ആഡ് ചെയ്തു. ടേബിൾ നമ്മൾ സാധാരണ എക്സലിനകത്ത് ചെയ്യുന്ന പോലെ തന്നെയുള്ള ഒരു പവർ ബിക്കകത്തുള്ള ടേബിൾ എന്നുള്ള വിഷ്വലാണിത്. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, നമുക്ക് ഇനീഷ്യലി വേണ്ട കുറച്ച് വ്യൂസ് ലൈക്ക് സെയിൽസ് ഐ ഡി കൊടുത്തു, അതുപോലെ തന്നെ സെയിൽസ്, അതുപോലെ തന്നെ നമുക്ക് വേണ്ട കുറച്ച് മെഷേഴ്സ്, ടോട്ടൽ സെയിൽസ് കൊടുത്തു, ടോട്ടൽ പ്രോഫിറ്റ് കൊടുത്തു, അതുപോലെ തന്നെ റവന്യൂ കൊടുത്തു. അങ്ങനെ നമുക്ക് വേണ്ട ഫീൽഡ്സ് കൊടുത്തു. ഇനി ഞാൻ കൊടുക്കാൻ പോകുന്നത് കൺട്രിയാണ്. അതായത് കൺട്രി ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്തു, കൺട്രി സെലക്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നെക്സ്റ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് കൺട്രി ഫ്ലാഗാണ്. സി, അപ്പോൾ നമുക്ക് ഈ കൺട്രിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഏത് ഫ്ലാഗാണെന്നുള്ളത്. സോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഒരു കൺട്രി ഫ്ലാഗ് എന്നുള്ള ഒരു ഇതിനകത്ത് ഒരു ടാബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു എക്സൽ ടാബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പവർ ബിയിലേക്ക് ബ്രൗസ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ base64 സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഇമേജ് നമ്മൾ സേവ് ആക്കിയിട്ടുള്ളത്. സോ ഓരോ കൺട്രിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളതിൻ്റെ base64 സ്ട്രിങ് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടേബിൾ റിലേഷൻ വഴി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഈ കൺട്രി എന്ത് ചെയ്തിട്ടുണ്ട്, കൺട്രിയിലേക്ക് നമ്മൾ ഡിം കൺട്രി എന്നുള്ള ഡയമെൻഷൻ ടേബിളിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൺട്രി ഫ്ലാഗിനെ നമ്മൾ സ്നോഫ്ലേക്ക് സ്കീമ വഴി അതുപോലത്തെ ഒരു സ്കീമ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ കൺട്രി ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് നമ്മൾ ഫാക്ട് ടേബിൾക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ട്. സോ കൺട്രി ഫ്ലാഗ് ഇവിടെ നമുക്ക് സ്നോ ഫ്ലേക്ക് കൺസെപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഡയമെൻഷൻ ടേബിളിലേക്ക് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇവർ തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഈ കൺട്രിക്കകത്തുള്ള ഫ്ലാഗ് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ടൈപ്പ് നോക്കണം. ടൈപ്പ് ചിലപ്പോൾ ബൈ ഡിഫോൾട്ട് ചിലപ്പം വല്ല സ്ട്രിങ് ആയിട്ടൊക്കെ ആയി എടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഇമേജ് URLക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഫ്ലാഗിനെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ടിക്കറ്റ് കൊടുക്കുക. ആണോ, ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലാഗ് ആഡായി. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇമേജ് URL ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, അത് അതിൻ്റെ ഒരു ഇമേജിലേക്ക് എന്ത് ചെയ്യും, ആ base64 സ്ട്രിങ്ങിനെ അത് കൺവേർട്ട് ചെയ്യും. സോ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആണോ ഇമേജ് സൈസ് എന്നുള്ള ഓപ്ഷനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് ഞാൻ എന്ത് ചെയ്തു, ഒരു 30 കൊടുത്തു. അവിടെ 30 കൊടുത്തു കഴിഞ്ഞാൽ 25 കൊടുത്താലും മതി. 25 കൊടുത്ത് ഞങ്ങൾ കുറച്ചും കൂടെ സൈസ് കുറഞ്ഞിട്ടുള്ള നല്ലൊരു സെറ്റിങ്സ് ആയി വരും. കണ്ടോ, ഇപ്പോൾ നമുക്ക് അതിനകത്ത് കണ്ടോ നല്ല ഭംഗി, നമ്മൾ ആ റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു സ്റ്റൈല് കൂട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം വിഷ്വൽ ഫ്ലാഗ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം, അതിനുശേഷം വന്നിട്ടുള്ള നമുക്ക് വേണ്ട എന്തൊക്കെയാണ് കോഡുകൾ നമുക്ക് കൊടുക്കാം. അപ്പോൾ കസ്റ്റമർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമർ ഡയമെൻഷൻ ടേബിളിനകത്ത് നിന്ന് പോയി നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമർ ആഡ് ചെയ്യാം, പ്രൊഡക്റ്റ് ഏതാണെന്നുള്ളത് ആഡ് ചെയ്യാം, സ്റ്റോക്ക് ക്വാണ്ടിറ്റി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്ക് റിപ്പോർട്ടിങ്ങിൻ്റെ വിഷ്വൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോർ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും യൂസിങ് ദീസ് വിഷ്വൽ ഫ്ലാഗ്സ്. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാം. ഇതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ഇൻ യുവർ കമൻറ്റ് ബോക്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.